നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ വലിയ വിലയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപയോഗം മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയുള്ള തേങ്ങ നമുക്ക് എങ്ങനെ കേടുകൂടാതെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാസങ്ങളോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിരകിയ തേങ്ങ എങ്ങനെ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാം. ദിവസം അരമുറി തേങ്ങയെങ്കിലും ഉപയോഗിക്കേണ്ടി വരാത്ത മലയാളി അടുക്കളകൾ വിരളമാണ്. നാട്ടിൽ നിന്ന് വിട്ട് വിദേശത്തേക്കും മറ്റും സംസ്ഥാനത്തേക്കൊക്കെ താമസിക്കുന്ന മലയാളികൾക്ക് തേങ്ങ പൊട്ടിക്കലും ചിരകലും സൂക്ഷിക്കലും ശ്രമകരമാണ്. നാളികേര ഉൽപ്പന്നങ്ങൾ എങ്ങനെ സംഭരിക്കാമെന്ന് നാം പറഞ്ഞുതരാം. തേങ്ങാവെള്ളം. അധികം പുളിക്കാത്ത തേങ്ങാവെള്ളം ഫ്രഷായി എടുത്ത ശേഷം വായു കടക്കാത്ത പാത്രത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 24 മുതൽ 48 മണിക്കൂർ വരെയും പുതുമ നിലനിർത്തി തേങ്ങാവെള്ളം സൂക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ദീർഘകാലത്തേക്കാണെങ്കിൽ ഐസ് ട്രേകളിൽ ഫ്രീസ് ചെയ്ത് 2 മാസം വരെയും സൂക്ഷിക്കാം. ഇത് ജ്യൂസിലോ സ്മൂത്തുകളിലോ ഉപയോഗിക്കാം. ചിരട്ടയിൽ നിന്ന് വേർതിരിച്ച തേങ്ങ. ചിരട്ടയിൽ നിന്ന് വേർതിരിച്ച തേങ്ങ വായു കടക്കാത്ത പാത്രത്തിലോ റീസീലബിൾ ബാഗിലോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 5 മുതൽ 7 ദിവസം വരെയും പുതുമയോടെ സൂക്ഷിക്കാൻ ഇതിലൂടെയാകും. കഷണങ്ങളാക്കിയും ഫ്രീസർ ബാഗുകളിൽ സൂക്ഷിക്കാം. 5 മുതൽ 6 മാസം വരെയും ഇവ നിലനിൽക്കും. ചിരകിയ തേങ്ങ എങ്ങനെ സൂക്ഷിക്കണമെന്ന് നോക്കാം. ചിരകിയ തേങ്ങ വായു കടക്കാത്ത പാത്രത്തിൽ ഫ്രിഡ്ജിൽ 4-5 ദിവസം വരെയും സൂക്ഷിക്കാം. ഇനി തേങ്ങാപ്പാൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ തയ്യാറാക്കിയ തേങ്ങാപ്പാൽ വായു കടക്കാത്ത പാത്രത്തിൽ ഫ്രിഡ്ജിൽ 3-4 ദിവസം വരെയും സൂക്ഷിക്കാം. ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായി ഇളക്കാൻ ശ്രദ്ധിക്കണം. ദീർഘകാലത്തെ ഉപയോഗത്തിന് ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കാം. ഐസ് ട്രേകളിൽ ഒഴിച്ച് ഫ്രീസ് ചെയ്ത ശേഷം ഇവ ഫ്രീസർ ബാഗിൽ മാറ്റി 2-3 മാസം വരെയും സൂക്ഷിക്കാം. തണുപ്പ് മാറ്റിയ ശേഷം ഇളക്കി ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ തേങ്ങ വളരെ കാലം ഇങ്ങനെ കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.